ഹലോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് ഏകദേശം 9 മാസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നാണൊരു ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫാമിൻ്റെ ചെറിയ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം കാണിക്കാനുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഷ്രിംസിനെ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ, ഫുള്ളായിട്ട്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ചൂടുള്ള ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഷ്രിമ്പിനെ അങ്ങനെ കൊറിയർ അയക്കാനൊന്നും പറ്റത്തില്ല. കാരണം പാക്ക് ചൂടായിട്ട് ഷ്രിമ്പെല്ലാം ഡെഡായി പോകുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ അതിനൊരു പരിഹാരമായിട്ട് നമ്മൾ ഈ ഒരു നല്ല വേനൽ സമയത്തേക്ക് നല്ല രീതിക്ക് സെയിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ആമ്പൽ കേട്ടോ. അതുപോലെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു 30 വെറൈറ്റി ആമ്പലുണ്ട്. അതേപോലെ തന്നെ ഒരു 2 വെറൈറ്റി താമരയുണ്ട് കേട്ടോ. അപ്പോൾ ആ താമരകളും ആമ്പലുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ കുറേ കാലം നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ആമ്പലും താമരയൊക്കെ മേടിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. അതിലായിരിക്കും നമ്മൾ സെയിൽ പോസ്റ്റ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോസിൽ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ രാവിലെ നമ്മൾ ഷോർട്ട് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കയ്യിൽ ഏതൊക്കെ വെറൈറ്റി ആമ്പലുകൾ കളക്ഷൻ ഉണ്ടെന്ന് പറയാം. പിന്നെ സെയിലിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി, അതിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ ഇവിടെ ഒരു സൈഡിൽ തൊട്ട് തുടങ്ങാം. നമ്മൾ എല്ലാത്തിലും ഒന്നും ഫ്ലവർ ഒന്നും ഇല്ല കേട്ടോ കാണിക്കാനായിട്ട്. ഇത് നമ്മുടെ പെറീസ് ഡബിൾ യെല്ലോ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നമ്മൾ ഷോർട്ട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇഷ്ടം പോലെ തൈകളായിട്ടുണ്ട്. സെപ്പറേറ്റ് ചെയ്യാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ മംഗള ഉബോൾ എന്ന് പറയുന്ന ഒരു ഹാർഡി വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്ലവർ നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കിയാൽ കാണാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അൾട്രാ വയലറ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അൾട്രാ വയലറ്റ് ഒക്കെ സെയിലായി വരുന്നുണ്ട്. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് എന്തായാലും ആ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്ത് വെച്ചോ. അപ്പോൾ ഇപ്പോഴത്തെ ഫ്ലവറിനൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് പിന്നെയും മംഗള ഉബോൾ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇതും അതേ സെയിം വെറൈറ്റിയാണ് മംഗള ഉബോൾ. ഇതിൽ ഉണ്ടായിരുന്നത് നമ്മൾ സെയിൽ ചെയ്തു. നമ്മുടെ കൊളറാഡോ ഹാർഡി ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് നമ്മൾ സെയിൽ ചെയ്തു. ഇതിലിപ്പോൾ ഉള്ളത് കുറച്ച് ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് കേട്ടോ. ഇവിടെ അങ്ങനെ തന്നെ ഇത് നമ്മുടെ പൂവാഡോൾ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നമ്മൾ ലാസ്റ്റ് ചെയ്ത ഷോർട്ട് വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് നോക്കിയാൽ മതി. നെക്സ്റ്റ് നമ്മുടെ ഡുബൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ്. ഇതേപോലെ ഒന്ന് നമ്മൾ നമ്മുടെ വലിയ ബോണ്ടിലും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പെറീസ് ഡബിൾ യെല്ലോ. ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് ഹാർഡി വെറൈറ്റി വിരിഞ്ഞത് ഇതായിരുന്നു കേട്ടോ, പെറീസ് ഡബിൾ യെല്ലോ ആണ്. അടുത്തത് നമ്മുടെ കൊളറാഡോ ഹാർഡി എന്ന് പറയുന്ന ഐറ്റം. പിന്നെ നെക്സ്റ്റ് ഇതേ മെയിനായിട്ട് നമ്മുടെ മഞ്ഞ ആമ്പൽ കേട്ടോ. നമ്മുടെ സബ്സ്റ്റ്യൂൺ എന്ന് പറയുന്ന വിവിപറസ് വെറൈറ്റിയാണേ. ഈ സബ്സ്റ്റ്യൂൺ നമ്മൾ കൊണ്ടുവച്ചിട്ട് കുറേ കാലത്തേക്ക് ഫ്ലവറൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തൈകൾ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ലീഫിൽ നിന്നും നമുക്ക് ഇഷ്ടം പോലെ തൈകൾ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഇത് ജസ്റ്റ് ഫ്ലവറിങ് കണ്ടീഷനിലോട്ട് പക്ഷേ ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ സെയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. നെക്സ്റ്റ് ഇത് നമ്മുടെ വാൻവിസ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ഒറ്റത്തവണ ഫ്ലവർ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ പൂവിൻ്റെ ഒരു അഡ്രസ്സും ഇല്ല. പിന്നെ നമ്മുടെ ബുൾസൈ എന്ന് പറയുന്ന വെറൈറ്റി കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് പൈസ കൊടുത്ത് മേടിച്ച ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി, വിവിപറസ് അല്ല, ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി കേട്ടോ. നെക്സ്റ്റ് ഇത് ചോമ്പൂ മാമുയി എന്ന് പറയുന്ന ഒരു വെറൈറ്റീൻ്റെ തൈയാണ്. ഇത് മുട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് പെറീസ് ഡബിൾ യെല്ലോ. ഇതൊന്നും ഇനി കാണിക്കാനുള്ളൂ, ഇതൊക്കെ സെയിം ഐറ്റം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഇത് നമ്മുടെ ഒരു അറോറ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, കാണാമോ നിങ്ങൾക്ക്? അറോറ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. ഇതും ട്രോപ്പിക്കൽ വെറൈറ്റിയാണ്. ഇപ്പോൾ നല്ല രീതിക്ക് ഫ്ലവർ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനങ്ങനെ നല്ല രീതിക്ക് ടാങ്ക് ശ്രദ്ധിക്കാത്തതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു സീഡ്ലിംഗ് വെറൈറ്റിയാണ്. അതുകൊണ്ട് എൻ്റെ പേര് ഞാൻ പറയുന്നില്ല, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഓക്കെ, ഇതൊക്കെ നമ്മുടെ തൈകളുടെ കളക്ഷനാണ്. ഇത് നമ്മുടെ പീച്ച് ബ്ലോ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്, ഫ്ലവർ ഇല്ല കാണിക്കാൻ. ഇത് ചോമ്പൂ മാമുയി എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ഇതിൻ്റെ മുട്ടേ ഉള്ളൂ കേട്ടോ, ഇത് നാളത്തേക്ക് വിരിയത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു ഫ്ലവർ കാണിക്കാനുള്ളത് ലിൻസി വുഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതും നമ്മുടെ വിവിപാരസ് വെറൈറ്റീസാണ്. അപ്പോൾ ഹെലേന്ന് തൈകൾ കിട്ടും. തൈകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തൊരു പോണ്ടായിരുന്നു. ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇന്നത്തെ വിശേഷം മെയിനായിട്ട് പറയാനുള്ളത് ഹസാബ്ദിനിൽ 2 ഫ്ലവർ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബ്ലൂ വിസിൽ എന്ന് പറയുന്ന വെറൈറ്റി. ഇത് മിക്രാന്ത ബ്ലൂ എന്ന് പറയുന്ന വെറൈറ്റി. ഇത് അതിൻ്റെ പേര് ഞാൻ എപ്പോഴും മറന്നു പോകും. അത് ഏറെക്കുറെ ഒരേപോലെ അതിൻ്റെ പേര് ഞാൻ മിക്കപ്പോഴും മറന്നു പോകും. ഇത് നമ്മുടെ ബോബ് ട്രിക്കറ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഞാൻ നോക്കിയേ, ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ കയറി വരുന്നുള്ളൂ. പ്ലാന്റിന് കുറച്ചുകൂടെ മെച്യൂരിറ്റി ആവാനുണ്ടെന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്ത ആൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇതിലിപ്പോൾ മെയിനായിട്ട് ഈ ഒരു വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ പേര് ഇസ്ലാമോറാഡ എന്നാണ്. പിന്നെ ഇവിടെ കുറച്ച് പെറീസ് ഡബിൾ യെല്ലോൻ്റെ തൈകൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഓക്കെ, നെക്സ്റ്റ് മെയിനായിട്ട് കാണിക്കാനുള്ളത് നമ്മുടെ നാടൻ ആമ്പൽ, അതായത് നൈറ്റ് ബ്ലൂമർ വെറൈറ്റീസാണ് കേട്ടോ. ഇത് നമ്മുടെ റോസും അതേപോലെ തന്നെ വൈറ്റും. ഭാഗ്യത്തിന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു ഫ്ലവറിങ് നിലത്ത് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ ടാങ്കിൽ ഇഷ്ടം പോലെ പോളാർ ബ്ലൂ ബ്രീഡായി കിടപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ ടാങ്കിലോട്ട് അങ്ങനെ ഒരു ഒന്നും ചെയ്യാറില്ല കേട്ടോ. അതായത്
പുതിയ തൈകളുണ്ടാകുന്ന പറിക്കാനോ അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യാറില്ല. പോളാർ ബ്ലൂവിൻ്റെ കൂട്ടുകൾ ഇഷ്ടം പോലെ ഇറങ്ങി കിടപ്പുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ പണ്ട് കാണിച്ചുകൊണ്ടിരുന്ന കൊള്ളാണ്, അതുകൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിലിപ്പോൾ 1, 2, 3, 4, 5, 6 വെറൈറ്റീസും സ്ഥിരമായിട്ട് ഫ്ലവർ ചെയ്യാറുണ്ട്. പിന്നെ അലക്സിസ് എന്ന് പറയുന്നൊരു വെറൈറ്റി മാത്രം ഉടനെ തന്നെ ഫ്ലവർ ചെയ്യും കേട്ടോ. എനിക്ക് തോന്നുന്നു അലക്സിസ് അതേപോലെ തന്നെ ആ ഒരു വെറൈറ്റി കിങ് ഓഫ് സിയാം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് നമ്മുടെ ഇതിൻ്റെ പേര് മറന്നുപോയി. ഓക്കെ, ഈ 3 വെറൈറ്റീസും ഏറെക്കുറെ സെയിം പോലെ ഉണ്ട് കേട്ടോ. കാരണം ഇതിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയത്തില്ല, ഈ 2 വെറൈറ്റീസും ഏറെക്കുറെ ഒരേപോലെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ കളക്ഷൻ ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങേ അറ്റത്തിരിക്കുന്ന പർപ്പിൾ ജോയാണ്, അത് ഇന്ന് ഫ്ലവർ ഇല്ല കാണിക്കാൻ. ഇത് നമ്മുടെ ആനിയമിറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അത് ഫ്ലവർ ഉണ്ട്, പക്ഷേ വെയിൽ കൊണ്ട് കുറച്ച് നാശമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫാമിൻ്റെ അപ്ഡേറ്റ്. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ നമ്മൾ ഉടനെ തന്നെ ചെയ്തു തുടങ്ങും. ഓക്കെ.